തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് പട്ടികയുടെ ഭാഗമാകാത്ത വോട്ടർമാരുടെ പൗരത്വ രേഖകൾ പരിശോധിക്കുന്ന നടപടി ആരംഭിച്ചിരിക്കുകയാണ്. അർഹരായ ഒരാൾ പോലും പട്ടികയിൽ നിന്ന് പുറത്താകരുത് എന്ന വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രേഖകളുടെ പരിശോധന നടത്തുന്നത്. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടും 2002 പട്ടികയിൽ സ്വന്തം പേരോ ബന്ധുക്കളുടെ പേരോ കണ്ടെത്താൻ സാധിക്കാത്ത വോട്ടർമാരുടെ രേഖകളാണ് പരിശോധിച്ച് അപ്ലോഡ് ചെയ്യുന്നത്. ഇത്തരം വോട്ടർമാരുടെ പേര് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BLOമാർക്ക് നൽകിയിരുന്നു. ഇതനുസരിച്ച് BLOമാരാണ് രേഖകൾ സ്ഥിരീകരിക്കുന്ന മാപ്പിംഗ് ജോലികൾ നടത്തുന്നത്. ഒപ്പം ലോജിക്കൽ ഡിസ്ക്രിപ്പിയൻസ് അഥവാ യുക്തിപരമായ തെറ്റുകളുള്ള വോട്ടർമാരുടെ തെറ്റ് തിരുത്തുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. അതിനിടെ കരട് പട്ടികയിൽ ഉൾപ്പെട്ട 14.5 ലക്ഷത്തോളം പേർക്കും ഹിയറിംഗ് നോട്ടീസ് തയ്യാറായിട്ടുണ്ട്. ഇവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ അല്ലെങ്കിൽ BLOമാർ വീട്ടിലെത്തി നോട്ടീസ് നൽകാനുള്ള നടപടിക്കും തുടക്കമായി. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 4 ലക്ഷത്തോളം പേർക്കാണ് നോട്ടീസ് തയ്യാറായിരിക്കുന്നത്. നോട്ടീസ് കിട്ടിയാൽ ഹിയറിംഗിന് ഹാജരാകാൻ 2 മുതൽ 3 ആഴ്ച വരെ സാവകാശമുണ്ട്. പോളിംഗ് ബൂത്തുകൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങളിൽ തന്നെയായിരിക്കും ഹിയറിംഗ് നടക്കുക. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള 13 രേഖകളിൽ ഒന്നും അതിന്റെ പകർപ്പും ഹിയറിംഗിന് പോകുമ്പോൾ ഹാജരാക്കണം. 1987നും 2004നും ഇടയിൽ ജനിച്ചവരാണ് എങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും രേഖകൾ കൂടി ഹാജരാക്കണം. നിശ്ചിത ദിവസത്തിനകം ഹിയറിംഗിന് ഹാജരാകാൻ സാധിച്ചില്ല എങ്കിൽ തൊട്ടടുത്ത സൗകര്യപ്രദമായ ദിവസം മുൻകൂട്ടി അറിയിച്ച് ഹിയറിംഗ് മാറ്റാനുള്ള സൗകര്യവുമുണ്ട്. ഹിയറിംഗിനുള്ള നോട്ടീസിന്റെ പകർപ്പ് വോട്ടർക്ക് നൽകിയ ശേഷം ഒറിജിനൽ നോട്ടീസ് BLO ഒപ്പിട്ട് വാങ്ങും. തുടർന്ന് വോട്ടറുടെ ഫോട്ടോ എടുത്ത ശേഷം അതും ഒറിജിനൽ നോട്ടീസും BLOമാരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അപ്ലോഡ് ചെയ്യും. അതേസമയം 24,80,503 പേരാണ് SIR കരട് പട്ടികയിൽ നിന്ന് പുറത്തുപോയത്. ഇതിൽ 6,49,885 പേർ മരിച്ചവരാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്. പട്ടികയിൽ നിന്ന് പുറത്തുപോയവർക്ക് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഹിയറിംഗോ മറ്റ് ഓർമ്മപ്പെടുത്തലുകളോ ഉണ്ടാകില്ല. ഇവർക്ക് വോട്ടർ പട്ടികയിൽ കയറി പറ്റണമെങ്കിൽ ഫോം 6 വഴി അഥവാ ഫോം 6 വഴി പുതിയ വോട്ടർമാരെ പോലെ അപേക്ഷ നൽകണം. മതിയായ വിവരങ്ങളുടെ അഭാവം ചൂണ്ടിക്കാട്ടി അന്തിമ പട്ടികയിൽ നിന്ന് പുറത്തു പോയാൽ മാത്രമേ വീണ്ടും ഫോം 6 വഴി അപേക്ഷ നൽകാനാകൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. പക്ഷേ പുതിയ വോട്ടർക്കുള്ള അപേക്ഷ ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത് എങ്കിൽ അപേക്ഷയിൽ തിരുത്തലുകൾക്ക് അവസരമുണ്ടാകില്ല. അതായത് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ എഡിറ്റ് ചെയ്യാൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓപ്ഷനില്ല. തെറ്റ് സംഭവിച്ചു എന്ന് കരുതി ഫോം 6 അല്ലെങ്കിൽ ഫോം 6 വഴി വീണ്ടും അപേക്ഷ നൽകിയാൽ അപേക്ഷ നിരസിക്കാൻ വരെ കാരണമാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ ഫോം 6 വഴി അപേക്ഷ നൽകുമ്പോൾ എന്തെങ്കിലും പിഴവ് അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചാൽ BLOയുടെ ഫീൽഡ് വേരിഫിക്കേഷനിൽ തിരുത്തലുകൾ നടത്താം. അതത് ഏരിയയിലെ ഫീൽഡ് വേരിഫിക്കേഷനിൽ BLOമാർ മുഖേനയാകും തെറ്റ് തിരുത്താൻ അവസരമുണ്ടാകുക. അതേസമയം കരട് പട്ടികയുടെ ഭാഗമാകാത്ത വോട്ടർമാരുടെ പൗരത്വ രേഖകൾ പരിശോധിക്കുന്ന നടപടി ആരംഭിച്ചിരിക്കുകയാണ്. ഓരോ ബൂത്തിലും ശരാശരി 90 മുതൽ 150 പേരാണ് മാപ്പിംഗ് നടത്തേണ്ടതായിട്ടുള്ളത്. ഇവരെല്ലാം എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടും 2002 പട്ടികയിൽ സ്വന്തം പേരോ രക്ഷിതാക്കളുടെ പേരോ കണ്ടെത്താനാകാത്തവരാണ്. അതേസമയം 1987 ശേഷം ജനിച്ച വോട്ടർമാരാണ് എങ്കിൽ 13 രേഖകളിൽ ഏതെങ്കിലും ഒന്നും ഒപ്പം മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും ഒരാളുടെ രേഖയും ഹാജരാക്കണം. 13 രേഖകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എങ്കിലും ഇവയെല്ലാം ചിലപ്പോൾ രേഖയായി പരിഗണിച്ചു കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് ആധാർ കാർഡ് അംഗീകൃത തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കുന്നില്ല. ആധാർ ഹാജരാക്കുന്നവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് പോലുള്ള മറ്റേതെങ്കിലും ഒരു രേഖ കൂടി പരിശോധിക്കാൻ BLOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം പട്ടികയിൽ പേരുണ്ടായപ്പോഴും പേരിലോ വിലാസത്തിലോ യുക്തിപരമായ പൊരുത്തക്കേടുകളുള്ള ആളുകളുമുണ്ട്. ഒരു വാർഡിൽ തന്നെ ഇത്തരത്തിൽ 60ഓളം പേരുണ്ടാകുമെന്നാണ് കണക്ക്. ഇതിന്റെ പട്ടികയും BLOക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ തെറ്റ് തിരുത്തുന്നതിനുള്ള സാക്ഷ്യപത്രത്തിൽ വ്യാപകമായ ആശയക്കുഴപ്പമുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 2002 പട്ടികയിൽ ഉൾപ്പെടാത്തവർ പട്ടികയിൽ ഉൾപ്പെട്ട ബന്ധുവിന്റെ പേര് SIR ഫോമിൽ ചേർത്തതിൽ വന്ന പിശകുകളാണ് പ്രശ്നമായത് എന്ന് പറയപ്പെടുന്നു. ഇത് BLO സാക്ഷ്യപ്പെടുത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. 2002 പട്ടികയിൽ ഉണ്ടായിരുന്നവരുടെ ഇനീഷ്യലിൽ അടക്കം വന്ന തെറ്റുകൾ കമ്മീഷൻ തന്നെ കണ്ടെത്തി BLOമാരെ അറിയിക്കുകയായിരുന്നു.
കരട് പട്ടികയിൽ പേരില്ലാത്ത പ്രവാസി വോട്ടർമാരും ആശങ്കയിലാണ്. പ്രവാസി വോട്ടർമാർ ഫോം 6A ഉപയോഗിച്ചാണ് പേര് ചേർക്കേണ്ടത്. പക്ഷേ ഫോം 6Aയിൽ ബന്ധുവിന്റെ എപിക് നമ്പർ രേഖപ്പെടുത്താൻ കോളമില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ പ്രവാസി വോട്ടറുടെ സൂക്ഷ്മ പരിശോധനയും ഫാമിലി ഗ്രൂപ്പിംഗും നടത്താറുള്ളത് ബന്ധുവിന്റെ എപിക് നമ്പർ അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ ഇപ്പോൾ ഫോം 6Aയിൽ ഇതിനായി കോളമില്ലാത്തത് വ്യാപകമായ പിഴവുകൾ വീണ്ടും വരുന്നതിന് ഇടയാക്കുമെന്നാണ് ആക്ഷേപം. അപേക്ഷകർ തെറ്റായ പോളിംഗ് ബൂത്തുകളിൽ ഉൾപ്പെടുന്നത് സൂക്ഷ്മ പരിശോധനയിൽ പരാജയപ്പെടും. അങ്ങനെ അപേക്ഷ നിരസിക്കപ്പെട്ട് അർഹർ പട്ടികയിൽ നിന്ന് സ്ഥിരമായി പുറന്തള്ളപ്പെടുന്നതിന് കാരണമാകുമെന്നും പറയുന്നു. ഇതോടൊപ്പം വിദേശത്ത് ജനിച്ച പൗരന്മാരുടെ ജന്മസ്ഥലം സംബന്ധിച്ച പ്രശ്നങ്ങളും പ്രവാസികൾക്ക് തലവേദനയാകുന്നുണ്ട്. ചട്ടപ്രകാരം 1992 മുൻപ് ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർക്ക് പിതാവിന് ഇന്ത്യയിൽ പൗരത്വമുണ്ടായാലും 92 ശേഷമാണ് ജനനമെങ്കിൽ മാതാവിനും പിതാവിനും ഇന്ത്യൻ പൗരത്വം ഉണ്ടെങ്കിലും ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുണ്ട്. പക്ഷേ ഇവിടെ ഫോം 6Aയിൽ ജനനസ്ഥലം അടയാളപ്പെടുത്തേണ്ട കോളത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ജനനസ്ഥലം എവിടെ രേഖപ്പെടുത്തും എന്നുള്ള ആശയക്കുഴപ്പം പ്രവാസികളെ വലയ്ക്കുന്നുണ്ട്. ഇതിന് പരിഹാരമായി ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർ എന്ന ഓപ്ഷൻ കൂടി കോളത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും 24 ലക്ഷത്തിലധികം വരുന്ന ഒഴിവാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നീങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അർഹരായ ഒരു വോട്ടർ പോലും പുറത്താകില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് എങ്കിലും ഈ പട്ടികയിൽ വോട്ടവകാശത്തിന് അർഹതയുള്ളവർ ഉണ്ട് എന്നുള്ളത് അത്തരക്കാർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെ കൂടി ബാധിക്കുന്നതാണ്. ഒഴിവാക്കപ്പെട്ട മരിച്ചവർ, കണ്ടെത്താനാകാത്തവർ, താമസം മാറിയവർ, ഇരട്ട വോട്ടുകൾ, മറ്റുള്ളവർ എന്നിങ്ങനെ തരംതിരിക്കപ്പെട്ടവരുടെ മണ്ഡലം, ജില്ല തിരിച്ചുള്ള കണക്ക് പ്രസിദ്ധീകരിക്കാത്തതും വെല്ലുവിളിയാകുന്നുണ്ട്. ഇത് ദുരൂഹത ഉണർത്തുന്നതായി രാഷ്ട്രീയ കക്ഷികളടക്കം ആരോപണം ഉന്നയിച്ചിട്ടും ഇക്കാര്യത്തിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കാത്തതാണ് തിരിച്ചടിയാകുന്നത്. SIR പ്രകാരം പുറത്തായത് മൊത്തം വോട്ടർമാരുടെ 10% വരുമെന്നത് നിസ്സാരമായി കാണേണ്ട സംഗതിയല്ല. എന്യൂമറേഷൻ ഫോം നൽകാൻ BLOമാർ പലകുറി ശ്രമിച്ചിട്ടും കണ്ടെത്താനാകാതെ പോയ 6.5 ലക്ഷം വോട്ടർമാരുടെ കാര്യത്തിലും സംശയം നിഴലിച്ചു നിൽക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല. 2025 പട്ടികയിൽ ഉണ്ടായിരുന്ന 2.78 കോടി വോട്ടർമാരിൽ 2.3% വരുന്ന ഈ കണ്ടെത്താനാകാത്തവർ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാവുന്ന നിർണായക സംഖ്യയാണ്. അതേസമയം ചെറുപ്പക്കാരായ 18-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ള 40% ആളുകൾ ഇപ്പോഴും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ല എന്നാണ് കരുതുന്നത്. ഇത് വോട്ടുറപ്പാക്കാൻ അവനവനുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പലരും പിന്തിരിഞ്ഞു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന് കടുത്ത വെല്ലുവിളിയാണ്. കണ്ടെത്താനായില്ല എന്ന് പറയുന്ന പലരും നാട്ടിൽ തന്നെ ഉണ്ടെന്ന് പരക്കെ ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നതിൽ പല BLOമാരും വീഴ്ച വരുത്തിയെന്ന ആക്ഷേപമാണ് ഇതിലൂടെ ശരിവെക്കപ്പെടുന്നത്. കരട് പട്ടികയിൽ നിന്ന് ഏതെങ്കിലും കാരണത്താൽ അന്യായമായി പുറത്താക്കപ്പെട്ടു എന്ന് കണ്ടെത്തുന്നവർക്ക് പുതിയ വോട്ടറായി മാത്രമേ ഇനി പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കൂ എന്നത് തീർച്ചയായും ഒരു പോരായ്മ തന്നെയാണ്. സ്വന്തം തെറ്റുകൊണ്ടല്ലാതെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ട് വോട്ട് നഷ്ടമായവരെ ഇത്തരത്തിൽ കന്നി വോട്ടർമാരാക്കുന്നത് തികച്ചും അന്യായമാണ്. അനർഹരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അർഹരെ ഉൾപ്പെടുത്താൻ ശുദ്ധികലശം നടത്തിയേ തീരൂ. പക്ഷേ സാങ്കേതിക കാരണങ്ങളുടെയും ഔദ്യോഗിക നൂലാമാലകളുടെയും പേരിൽ അർഹരായവർ പുറത്താകുന്നില്ല എന്ന് കമ്മീഷൻ ഉറപ്പുവരുത്തണം. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ ആശങ്ക ഗൗരവത്തിലെടുത്ത് വേണ്ട പരിഹാരം കാണുകയാണ് കമ്മീഷൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി നിലനിൽക്കുക തന്നെ ചെയ്യും.